ഹലോ ഗൈസ്, അപ്പോൾ എന്തേ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണേ. തമ്മിൽ കണ്ട പോലെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഇതെന്ത് ചന്ദ്രനിൽ പോവാണോ എന്ന്. ചന്ദ്രനിൽ ഒന്നും അല്ല കേട്ടോ. ഞാൻ ലൈക്ക് വെയിലടിക്കണല്ലോ, ഞാൻ മണവാട്ടിയാണല്ലോ. സോ അതാണ് ഇങ്ങനെ പോണേ. ഗൈസ്, ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാരണം എൻ്റെ അനിയനും എൻ്റെ വുഡ്ബിയും ആദ്യമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മേൻ്റെ അനിയത്തി, ഷീസ് നോട്ട് എ മദർ സിസ്റ്റർ, ഷീസ് എ മദർ ഫോർ മീ. അപ്പോൾ അവരാദ്യമായിട്ട് കാണുന്നൊരു സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് നമ്മുടെ ഫാമിലീസൊക്കെ ഒന്നിച്ചിട്ടുള്ള നമ്മുടെ ഒരു ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ ഫംഗ്ഷനിൽ തന്നെ ഞങ്ങൾ അവരെ മുഷിപ്പിച്ചു ഗൈസ്. കാരണം ഞങ്ങളെത്തിയപ്പോൾ കുറച്ച് താമസിച്ചു. അവർ കുറച്ച് നേരം നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ പിന്നെ ട്രാഫിക് അത് ഇതെന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു കേട്ടോ. ചെന്നപ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാവും ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഭയങ്കര കൂളായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ മടിയനും മടിച്ചുമാണെന്ന് അവർക്ക് അപ്പോൾ തന്നെ മനസ്സിലായി കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ പറഞ്ഞു കല്യാണ സാരി എടുക്കാനല്ല പോകുന്നതെന്ന് പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് അവിടെ ചെന്നപ്പോഴേ സാരി എന്ന് പറഞ്ഞപ്പോഴേ കല്യാണ സാരി എന്ന് പറഞ്ഞിട്ട് എന്നെ ആ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുപോയിട്ടോ. അത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത്. ശരി, ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ പോത്തീസിലാണ് കേട്ടോ പോയത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത്. അവിടെ കയറുമ്പോൾ തന്നെ ഒരു വേറൊരു ആംബിയൻസ് ആണ് കേട്ടോ. ലൈക്ക് കല്യാണത്തിൻ്റെ ഒരു ആംബിയൻസ് ആണ്, അടിപൊളി. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നു കുറേ സാരീസ്, അതായത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ലൈക്ക് ജോർജറ്റ് അങ്ങനത്തെ സാരീസൊക്കെ ഉണ്ടല്ലോ. ആ സാരീസിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ കല്യാണ സാരീൻ്റെയും കളക്ഷൻസ് ഒരുപാടുണ്ട്. അത് ഓരോ റേറ്റ് വൈസാണ്. അപ്പോൾ എനിക്ക് ആദ്യം നോക്കിയപ്പോൾ കുറേ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ എൻ്റെ കല്യാണത്തിന് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു, നീ ഒരിക്കലും കല്യാണ സാരി ഒരിക്കലും ആയിട്ട് പ്ലാൻ ചെയ്യില്ല. സംടൈംസ് ആ ഒരു കളർ നിനക്ക് ചേരുമെന്ന് വരത്തില്ല. അതുകൊണ്ട് നീ ഒരു ഐഡിയ ഇല്ലാതെ പോകണമെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് എൻ്റെ കല്യാണത്തിന് ആകെപ്പാടെ ഒരു ഐഡിയയും ഇല്ലാതെ പോയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാരി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്ന് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു കൂടെ വന്നവർ ചെയ്യൂന്ന് പറഞ്ഞു. പിന്നെ ആണെങ്കിൽ ഓരോന്ന് അവരോ എടുക്കുമ്പോഴും എനിക്ക് എൻ്റെ ഓരോ പ്ലാൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു എൻ്റെതായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ അത് ഞാൻ എപ്പോഴും അതെടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യലി ഇങ്ങനെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം, മേക്കപ്പിൻ്റെ കാര്യം, കാരണം എനിക്ക് കുറേ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് മേക്കപ്പ്, ഡ്രസ്സിങ്, സ്റ്റൈലിങ് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മളത് വളരെ സ്പെഷ്യലായിട്ടാണല്ലോ. കാരണം അതേ കുറേ സാരീസ് കണ്ടു. അപ്പോൾ അതെല്ലാം എനിക്ക് അവിടെ വെച്ച് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു സാരി കണ്ടു. ആ സാരിയാണ് ഞാൻ എടുത്തത്. അതിപ്പോൾ ഏത് സാരിയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആ സാരിയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതെനിക്കിപ്പോഴും ഞാൻ ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യണ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സോ ആ ഒരു ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സാരി ഉടുക്കാൻ വേണ്ടി സ്പെഷ്യൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്കും ചെയ്തതും നമ്മുടെ സാരി ബ്ലൗസ് തയ്ച്ചതുമൊക്കെ നമ്മൾ പോത്തീസിലാണ്. അപ്പോൾ ആ ബ്ലൗസ് അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ഒരു എന്താണ് പറയുക, ഒരു അറിവായപ്പോൾ മുതൽ കല്യാണം കഴിക്കണം എന്നുള്ളൊരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വന്നപ്പോൾ മുതൽ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു വർക്കാണ്. അപ്പോൾ അവിടെ കൊടുത്തപ്പോഴും പറഞ്ഞു ആരും ഇങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ കല്യാണ സാരിയിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ആലോചിച്ചില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ സാരിയൊക്കെ എടുത്തു. പിന്നെ എൻ്റെ വുഡ്ബിക്ക് വേണ്ടിയിട്ടുള്ള സാരി എടുക്കാൻ വേണ്ടി, സാരിയില്ല, അവന് ജുബ്ബ എടുക്കാൻ വേണ്ടി പോയി കേട്ടോ. അവൻ ആ ജുബ്ബ ഇട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതല്ല എടുത്തത്. അപ്പോൾ അത് ഞാൻ പറയില്ല കേട്ടോ, കാരണം അതൊരു സർപ്രൈസ് ആണല്ലോ. നമ്മൾ ഏതാണ് എടുത്തത് എന്നുള്ള ആ ഒരു ഡീല് കാണുമ്പോൾ നമുക്ക് അതൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയാത്ത കേട്ടോ. അപ്പോൾ എങ്ങനെ കല്യാണ ചെറുക്കൻ്റെ ജുബ്ബയൊക്കെ നമ്മൾ എടുത്തു. അങ്ങനെ നമ്മളത് എടുത്തു. നമ്മൾ അവനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അവനെടുത്ത ഡ്രസ്സും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അവൻ ഇട്ടപ്പോൾ തന്നെ അടിപൊളിയായിട്ട് ചേർന്നു. അപ്പോൾ അളിയനും അവിടെ ഡ്രസ്സൊക്കെ എടുത്തു. അളിയൻ അതെടുത്തിട്ട് ഈ ഞങ്ങളുടെ കളർ കോഡ് പച്ചയാണ് കേട്ടോ, പെൺവീട്ടുകാരുടെ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ പറഞ്ഞു ഇതിലും നല്ലത് കിട്ടും എന്നൊക്കെ പറഞ്ഞ ആൾ പോയിട്ട് പിന്നെ കുറേ സീനായി, ആൾക്ക് വേറെ കിട്ടിയില്ല, അങ്ങനെയൊക്കെ ആയി കേട്ടോ. പക്ഷേ ഇത് മതി എന്നുള്ള ഇതായി. അപ്പോൾ ഇവിടെ
വന്നപ്പോൾ അതില്ലാത്തൊരവസ്ഥയായി കേട്ടോ. ഇതാണ് നമ്മുടെ ആ ഒരു സെക്കൻഡ് ഫ്ലോർ എന്ന് പറയുന്നത്. കണ്ടോ, അടിപൊളി കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ പോത്തീസിൽ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു. വേറെ ഒന്നും നമ്മൾ പോത്തീസിൽ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലൗസൊക്കെ അവിടെ തന്നെയാണ് ഞാൻ തയ്ക്കാൻ കൊടുത്തത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സാരിയുടെ മുന്താണിയിൽ അവർ പേര് എഴുതി തന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ 2 പേരുടെയും പേര്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അത് നമ്മൾ അവിടെയുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. അപ്പം കുറച്ചോരോ പേര് മന്തിയും അങ്ങനെ ബിരിയാണി. അപ്പം ഞാനും അവനും ഒക്കെ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ. അവനൊരു ബിരിയാണി പ്രാന്തനാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അവൻ്റെ അമ്മ അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും. പക്ഷെ അത് കഴിച്ചാലും അവന് ആ ഒരു ബിരിയാണി കൊതിയും ഒരിക്കലും മാറിയിട്ടില്ല. ബിക്കോസ് എപ്പോഴും ബിരിയാണി കൊതിയനാണ്. ഞാനാണെങ്കിൽ വീഡിയോ നമ്മുടെ കയ്യിലില്ല, അവിടെ ഉള്ള ഒരു ചേട്ടനാണ് എടുത്തത്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. വീണ്ടും ഇവിടെ വന്നതാണ് കൈസ്, അവർക്ക് അറിയത്തില്ല. നമ്മൾ വീണ്ടും ഇവിടെ വന്നു. നമ്മുടെ പോത്തീസിൽ നിന്ന് അവർ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പോയി കഴിഞ്ഞ് തിരിച്ച് വീണ്ടും പോത്തീസിൽ വന്നു കേട്ടോ. നമ്പറൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങളുടെ പിന്നെയാണ് നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മുടെ സേവ് ദ ഡേറ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തതാണ്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ ടാറ്റ ബൈ.